ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ മേ ബി ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, ഇല്ലെങ്കിൽ നല്ല ഇൻഫർമേഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കാം. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും ഞാൻ പറയുന്ന വീഡിയോയിൽ ഈ പറയുന്ന ഇൻഫർമേഷൻ നല്ലതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിപ്പിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ഒക്കെ മൈൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് മൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ റീസെന്റ് വന്നിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 1K ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് ഒരു ഡെപ്പോസിറ്റും ഇല്ലാതെ കിട്ടും, നിങ്ങൾക്ക് അവിടെ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാം എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നായിരിക്കും ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട്. അപ്പോൾ ആ ഒരു ഡൗട്ടൊക്കെ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ക്ലിയർ ആവും. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ബേസിക്സ് ഓഫ് ഫോറക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ പറയണം. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്ക് ആ ഒരു കാര്യം കൂടി ഒരു ഇൻഫർമേഷൻ ആയിട്ട് എത്തും എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ടീച്ചർ അല്ലെങ്കിൽ ട്യൂട്ടർ ആയത് കാരണം ഞാൻ ഒരുപാട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും, അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇതിനെപ്പറ്റി ഒരുപാട് നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻ ഇല്ലെങ്കിൽ ഒരു ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രോ ആയിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ എന്താണ് ഫോറക്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഫസ്റ്റ് സംസാരിക്കാം. അതേപോലെ തന്നെ എന്തുകൊണ്ട് ഫോറക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് സംസാരിക്കാം. അപ്പൊ എന്താണ് ഫോറക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഷോർട്ട് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു ലൈഫിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിലുള്ള കറൻസീസ് ബൈ ആൻഡ് സോൾഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കറൻസീസ് മാത്രമാണോ? അല്ല, അതിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഗോൾഡ്, മെറ്റൽ, ക്രൂഡ് ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുമല്ലാതെ നമുക്ക് എന്താണ് സ്റ്റോക്ക് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഫോറക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഫോറക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പൊ ഇതിൽ ഒരുപാട് റിസ്ക് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ലീഗൽ ആണോ എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഇലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യും. എപ്പോഴും റിയാലിറ്റി ആണ് ചർച്ച ചെയ്യുക. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ഇലീഗൽ എന്ന് പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇലീഗൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫോറക്സ് ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഓരോ പ്ലാറ്റ്ഫോമും സെബി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിൽ ഹൈലി റിസ്ക് ആണ്. അതിൽ വരുന്ന പൈസയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ അത് അവൈലബിൾ ആവാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു എക്സ്നെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം. റീസെന്റ് ഒക്കെ അതെന്താണ് സെബി രജിസ്റ്റേർഡ് അല്ലാന്ന് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അങ്ങനെയുള്ള ഇപ്പോൾ ഒരു FBS ആയിക്കോട്ടെ അല്ലെങ്കിൽ forex.com ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം ഒക്കെ ഫോറിൻ എക്സ്ചേഞ്ച് കാരണം നമുക്ക് എന്താണ് അതൊന്നും സെബി രജിസ്റ്റേർഡ് അല്ല. മേ ബി നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്കുകൾ ഉണ്ട്. അതേപോലെ തന്നെ അടുത്ത് നമ്മോട് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് സെബി രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോംസ് എന്നാണ്. അപ്പൊ നമുക്കിവിടെ സെബി രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോമിൽ നമുക്കിപ്പോൾ എല്ലാ ഒരു കറൻസിയും ഗോൾഡും എല്ലാ പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെറോദ കൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ അറിയുന്ന പോലെ തന്നെ സ്റ്റോക്കിലൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കറൻസി ഒക്കെ ഏഞ്ചൽ വണ്ണിൽ നമുക്ക് എന്താണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഈ ഒരു ട്രേഡിങ്ങിന്റെ കാര്യം എന്താണ് ഫോറക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, ഇതിൽ എന്താണ് ഇവർ ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് കീ പോയിന്റ്സ് പറഞ്ഞുതരാം. ആൾറെഡി തന്നെ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ഒക്കെ ഒരുപാട് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ക്രിപ്റ്റോ കറൻസി നമുക്ക് ഒരുപാട് ഒരു വാല്യുവേഷനും അതേപോലെ തന്നെ ലിക്വിഡിറ്റി കുറയാനും അതേപോലെ തന്നെ ഈ ഒരു 1 ഡേ തന്നെ നിങ്ങൾക്ക് 100 ടോക്കൺസ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെയാണ് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ ഒരുപാട് റിസ്ക് ഉണ്ട്. നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ എത്രത്തോളം പൈസ ഇടുന്ന അത്രത്തോളം റിസ്ക് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ്. അതേപോലെ തന്നെ ലാഭവും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എന്താണ് ക്രിപ്റ്റോ ട്രേഡിംഗിൽ അറിയാം. അതേപോലെ തന്നെ ഈ ഒരു ഫോറക്സിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഫോറക്സിൽ നമുക്ക് ഇതെന്താണ് ഒരു കമ്പനീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വേൾഡിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള ഓരോ വാല്യൂയും കൂടുന്നത് എന്നുള്ളൊരു കാര്യം ഈ ഒരു ഫോറക്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാർക്കറ്റ് ഒക്കെ എപ്പോഴാണ് അവൈലബിൾ ആവുക? മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ഡേയ്സിലാണ് അവൈലബിൾ ആവുക. അതിൽ 9:30 to 11 വരെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് ടൈം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ടൈം സെഗ്മെന്റ് തന്നെ ഈ ഒരു ഫോറക്സ് ട്രേഡിംഗിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ ടോയിനും മാർക്കറ്റിൽ പെട്ടെന്ന് ഒരുപാട് 100 ടോക്കൺ ഇല്ലെങ്കിൽ 100 കറൻസീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്താണ് ഇവിടെ ഇല്ല. ഇവിടെ ലിമിറ്റഡ് കറൻസീസ് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, USDT/INR ആണെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് വേറെ ഇപ്പൊ ഒരു എന്താണ് യാപ്പ് അല്ലെങ്കിൽ ജപ്പാനീസ് ബൈ INR ആണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് യൂറോ ബൈ INR, യൂറോ ബാർ INR എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കറൻസി
കറൻസീസ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഒക്കെ നല്ല രീതിയിലുള്ളത്. ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് എടുക്കുമ്പോൾ 24 മണിക്കൂറിലും നമുക്ക് എന്താണ് ഓപ്പൺ മാർക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിലും $7 ട്രില്യൺ ഒക്കെയാണ് ഇവിടെ എന്താണ് ലിക്വിഡിറ്റി ഉള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ഒരു ഹൈ റിസ്ക് ഇല്ലാത്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇവിടെ വേറൊരു റിസ്ക് ഫാക്ടർ എന്താന്ന് പറഞ്ഞാൽ ലിവറേജ്. നമുക്ക് എത്രത്തോളം ഇവിടെ ലിവറേജ് വെക്കാൻ പറ്റുന്നുണ്ടോ, ഒരു പ്ലാറ്റ്ഫോം വന്നിട്ട് എൻ്റെ 1000 ലിവറേജ് ഇടാം, ഇല്ലെങ്കിൽ 1:1000 ഇടാം, ഇല്ലെങ്കിൽ 500 ഇടാം, അങ്ങനെ വന്നിട്ട് ഒരു ബ്രോക്കറേജ് നിങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെയുള്ള റിസ്കുകൾ ഒരുപാടാണ്. അപ്പൊ എപ്പോഴും ലിവറേജ് ഇവിടെ എന്ത് ചെയ്യണം, കമ്മിയായിട്ട് തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ആൾറെഡി ക്രിപ്റ്റോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ലിവറേജിനെ പറ്റി അറിയും. അപ്പൊ ലിവറേജ് എപ്പോഴും എന്താണ് കമ്മിയായിട്ട് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലോബൽ സ്കോപ്പാണ്. ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് വൈഡിലുള്ള എല്ലാ മാർക്കറ്റും ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തന്നെ 2-3 തരം രീതിയിൽ നമുക്ക് എന്താണ് ട്രേഡ് ചെയ്യാം. ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് കറൻസീസ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് കമ്മോഡിറ്റി എന്ന് പറയുന്ന കറൻസീസിൽ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞു, യൂറോ അല്ലെങ്കിൽ ജപ്പാനീസ് ആയിക്കോട്ടെ, USDT ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഹൈ ആയിട്ട് നിൽക്കുന്ന കുറെ കിടക്കുന്നുണ്ട്. ഈ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. പക്ഷെ ഞാൻ അത് കറക്റ്റ് ഒരു പ്രൊണൗൺസിയേഷൻ പറയുന്ന കാരണമാണ് അങ്ങനെ. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, അങ്ങനെയുള്ള ഓരോ പ്ലാറ്റ്ഫോമും ചെയ്യാം. അതുമല്ലാതെ തന്നെ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനൊക്കെ സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് BTC, ETH ഒക്കെ നമുക്ക് എന്താണ് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്ത് ഞാനിവിടെ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് സെബി രജിസ്റ്റേർഡ്, അതേപോലെ തന്നെ ഇതിൽ ഏതൊക്കെ കറൻസീസ് നമുക്കില്ലെങ്കിൽ കറൻസി ആയിക്കോട്ടെ, ഏതൊക്കെ പ്ലാറ്റ്ഫോം, ഏതൊക്കെ ഇതിൽ നമുക്ക് എന്താണ് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ സെറോദ ഞാൻ പറയുന്നുണ്ട്. സെറോദയിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ യൂറോസ് അല്ലെങ്കിൽ കറൻസീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഗോൾഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളായി ഗോൾഡ്, സിൽവർ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്താണ് സെറോദയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഏഞ്ചൽ വണ്ണിൽ നമുക്ക് കറൻസീസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതിലും ഗോൾഡും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ICIC ഡയറക്റ്റിൽ നമുക്ക് എന്താണ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. HDFC സെക്യൂരിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഷേർഖാൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദാൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ടാണ്, ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്നെസ് ആണ്, ഇല്ലെങ്കിൽ FDX ആണ്, ഇല്ലെങ്കിൽ forex.com ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പക്ഷെ അതൊന്നും സെബി രജിസ്റ്റേർഡ് അല്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് എന്താണ് അവിടെ കൂടുതലും നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതലും ട്രേഡ് ചെയ്യേണ്ടത് ഗോൾഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കറൻസീസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഒരുപാട് എന്താണ് ലിവറേജ് ഇട്ട് ട്രേഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് കൂടുതലും ഇവിടെ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫണ്ട്, നിങ്ങൾക്ക് ഒരിക്കലും റിസ്ക് എടുത്തിട്ടുള്ള ഫണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫോമോ ഉണ്ടാവരുത്, നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി വേണം. ഇപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോയിലൊക്കെ പറ്റുന്ന ഒരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. ക്രിപ്റ്റോയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൈ ലെവലിലേക്ക് നമ്മൾ പോയി, ഞാനൊരു $100 ഇട്ടു, അതെനിക്കൊരു $300 ആയി. $300 ആയിരിക്കുന്ന സമയത്ത് ഞാനൊരു നല്ല ട്രേഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു പേഷ്യൻസ് ഉള്ള ആളാണെങ്കിൽ, ആ ഒരു പ്രോഫിറ്റ് കിട്ടിയ സമയം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് സ്റ്റോപ്പ് ചെയ്ത് ആ പ്രോഫിറ്റ് എടുത്ത് ബാക്കിയുള്ള എൻ്റെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്ത, ഇല്ലെങ്കിൽ ഒരു പാനിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ $300 എത്തിക്കഴിഞ്ഞിട്ട് ഇനിയും കൂടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള ആളായിരിക്കും. അങ്ങനെ മൈൻഡ് സെറ്റിലുള്ള ആളാവുമ്പോൾ അത് നമുക്ക് എന്താണ്, നമുക്ക് അവിടെ ഒരു പേഷ്യൻസ് ഇല്ല, നമുക്ക് ഫോമോ ആയി, അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ നമുക്ക് എന്താണ് ആ $300 കഴിഞ്ഞ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത $100 എത്തിയിട്ട് ബാക്കി എന്താണ്, ബാക്കി $0 ഫുള്ളി പോകുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറും. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എത്രയാണ് അഫോർഡബിൾ അത്ര മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലുള്ളത്. ഇല്ലെങ്കിൽ അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാര്യം ഈ ട്രേഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാത്തത്, നിങ്ങളുടെ ഫണ്ട് എങ്ങാനും എൻ്റെ രീതിയിൽ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം വിഷമമാണ്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടാക്കി തരലാണ് എൻ്റെ ഒരു ചാനലിൻ്റെ ഏറ്റവും കോർ തീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആർക്കാണ് വിഷമം? എനിക്ക് തന്നെയാണ് വിഷമം. അതുമല്ലാതെ എനിക്ക് ഒരുപാട് നെഗറ്റീവും കിട്ടാനുള്ള ഒരുപാട് കാര്യം കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ട്രേഡ് റെസ്പോൺസിബിളി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ എല്ലാ വീഡിയോയിലേക്കും പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്താണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പറയാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എന്താണ് URO ആയിക്കോട്ടെ, ബൈ INR ആയിക്കോട്ടെ, അത് ഫസ്റ്റ് പ്രൈമറിയും INR-ഉം. നിങ്ങൾ ഇവിടെ ഫോറക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്നു, നാളെ ആ ഒരു കറൻസിന്റെ വാല്യൂ കൂടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് റിസ്ക് ഇല്ലാത്തത്, ഇവിടെ ഒരുപാട്
ഒരുപാട് ആൾക്കാർ ലിക്വിഡിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇതിന് ഒരുപാട് ട്രേഡ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഉപരി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. അതേപോലെ തന്നെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യുമ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്താണ് ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുള്ളവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു 1K ഫണ്ടഡ് വീഡിയോ ഒന്ന് കാണാം. അതിൽ നിങ്ങൾക്ക് എന്താണ് ഒന്ന് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് എടുക്കാൻ പറ്റും, ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഡെമോ ഫണ്ടൊക്കെ തരുന്നുണ്ട്. അതിലും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു മാസം നേരെ മാർക്ക് ഇരുന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ചെറിയ എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു 2000-3000 രൂപ ഇട്ടിട്ട് ഫോറക്സിൽ ട്രേഡ് ആരംഭിക്കുക. ആരംഭിച്ചു കഴിഞ്ഞാൽ മേ ബി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവാം, ഇല്ലെങ്കിൽ എന്താണ് നല്ലൊരു മൂഞ്ചലാവാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ക്ഷമിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിലും പറയാം. എന്താന്ന് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് വെറുതെ പറയാൻ പറയുന്നത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ വേറെ ഒരാൾക്ക് പോകണ്ടെന്ന് എന്നിട്ടാണ്. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിലും കൂടി ജോയിൻ ആവുക. നമ്മൾ ഒരുപാട് ക്രിപ്റ്റോ എയർ ഡ്രോപ്പുകൾ പറയുന്നുണ്ട്, അവിടെ ടെസ്റ്റ് നെറ്റ് പറയുന്നുണ്ട്, ഡീപ്പിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾറെഡി ഈ ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പിനെ പറ്റി അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് എന്താണ് ഫണ്ട് കിട്ടുന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഓരോരോ വീഡിയോകൾ വരും. ആൾറെഡി പല വീഡിയോകളുണ്ട്. ഒരു വീഡിയോ എനിക്ക് സ്ട്രൈക്ക് ആയിട്ട് പോയി. എന്താന്ന് പറഞ്ഞാൽ $0 to $1000 ഫ്രീ ആയിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ളൊരു എന്താണ് കാര്യം അതിൽ യൂട്യൂബിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ആ വീഡിയോ ഒക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരോട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും, അങ്ങനെയൊക്കെ അതുകൊണ്ടായിരിക്കും ആ വീഡിയോ സ്ട്രൈക്ക് ആയി പോയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.